ഒരാൾ 32 മീറ്ററും 24 മീറ്ററും നീളമുള്ള 2 ഇരുമ്പ് കമ്പികൾ എടുത്തു. അയാൾ ഈ 2 കമ്പികളും തുല്യ നീളങ്ങളുള്ള കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം എത്രയാണ്? മക്കളെ, ഇങ്ങനെ വന്നാൽ എപ്പോഴും 32ഉം 24ഉം അല്ലേ ആണ് ഈ നീളമുള്ള 2 ഇരുമ്പ് കമ്പികളാണ് എടുത്തത് അല്ലേ. ഇത് തുല്യ നീളങ്ങളുള്ള കഷ്ണങ്ങളാക്കി ഇതിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം എത്ര എന്ന് ചോദിക്കും. കൂടിയ നീളം. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇങ്ങനെ 2 കഷ്ണങ്ങളെ തുല്യ നീളങ്ങളാക്കി മുറിച്ചാൽ വരാവുന്ന കൂടിയ നീളം ചോദിച്ചാൽ എപ്പോഴും അവയുടെ രണ്ടിൻ്റെയും കൂടെ HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഉസാഗ, HCF എടുക്കുന്നതായിരിക്കും ഉത്തരം. സോ HCF ഓഫ് 32 and 24 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. 32ൻ്റെയും 24ൻ്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ, കോമൺ ഫാക്ടറുകളിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ഉത്തരം. ഏതാ മക്കളെ? 8 അല്ലേ ആൻസർ? കോമൺ ഫാക്ടറുകളിൽ ഏറ്റവും വലുത് 8 അല്ലേ? N4 32, N3 24. അപ്പം കോമൺ ഫാക്ടറുകളിൽ ഏറ്റവും വലിയ കോമൺ ഫാക്ടർ 8. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 8 അപ്പം ഇതിനെ 8 മീറ്റർ നീളമുള്ള തുല്യ കമ്പികളായിട്ടാണ് മുറിക്കാൻ പറ്റുന്നത്. അപ്പം പരമാവധി കൂടിയ നീളം എന്ന് പറഞ്ഞാൽ 8 മീറ്ററാണ്. ഇനി 8 HCF എന്ന് വെറുതെ മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ 32ൻ്റെയും 24ൻ്റെയും കോമൺ ഫാക്ടറുകളിൽ ഏറ്റവും വലുത് ഇത്രേ ഉള്ളൂ, അതാണ് HCF. ഇനി അത് നോർമലായിട്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 32നെയും 24നെയും ഫാക്ടറൈസ് ചെയ്യണം. അങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പം 2 വെച്ച് ചെയ്യാം അല്ലേ? ഓക്കെ, ഇത് 16 തവണ, ഇത് 12 തവണ, വീണ്ടും 2 വെച്ച് ചെയ്യാം. ഇത് 8 തവണ, ഇത് 6 തവണ, വീണ്ടും 2 വെച്ച് ചെയ്യാം. ഇത് 4 തവണ, ഇത് 3 തവണ. ഇനി ചെയ്യാൻ പറ്റില്ല അല്ലേ? എന്നിട്ട് സൈഡിൽ കിടക്കുന്നത് മാത്രം ഗുണിക്കുന്നതായിരിക്കും ഉത്തരം. സോ 2 × 2 × 2 8 HCF ആയിട്ട് കിട്ടും. ഇതാണ് HCF കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഫാക്ടറൈസ് ചെയ്ത് ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ അല്ല ഗുണിക്കേണ്ടത്, സൈഡിൽ കിടക്കുന്നത് മാത്രം ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് HCF. LCM കാണാൻ പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിച്ചു, അതായത് ഇതെല്ലാം കൂടെ ഗുണിച്ചപ്പോഴാണ് LCM കിട്ടുന്നത്. HCF കാണാൻ സൈഡിൽ കിടക്കുന്നത് മാത്രമേ ഗുണിക്കാവുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ 8. അപ്പോൾ ഈ ഒരു മോഡലിൽ പല പ്രാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, ഓർത്തോളുക. അതായത് 32 മീറ്ററും 24 മീറ്ററും നീളമുള്ള 2 ഇരുമ്പ് കമ്പികൾ എടുത്ത് 2 കമ്പികളും തുല്യ നീളങ്ങളായിട്ട് മുറിക്കണം. അതിൻ്റെ ഏറ്റവും കൂടിയ നീളം ചോദിക്കും. കണ്ടോ, HCF ഹയസ്റ്റ് എന്നല്ലേ അല്ലേ? അപ്പം അതിൻ്റെ 2 HCF ആണ് ഉത്തരം എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ശരി, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ ലസാഗു 2079, ഉസാഗ 27, അതിലൊരു സംഖ്യ 189 ആയാൽ മറ്റേ സംഖ്യ എത്ര? ഇങ്ങനെ ഒരു റൂളുണ്ട്. LCM × HCF ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ എന്നൊരു റൂളുണ്ട്. അതായത് ഏതെങ്കിലും 2 സംഖ്യകളുടെ LCMഉം HCFഉം കണ്ടുപിടിച്ച് ഗുണിക്കുന്നത് ആ സംഖ്യകൾ ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ, 2 സംഖ്യകളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ നിയമം ശരിയാകുന്നത്. ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്ന ഉത്തരവും അവയുടെ LCMഉം HCFഉം തമ്മിൽ ഗുണിക്കുന്ന ഉത്തരവും എപ്പോഴും സെയിം ആയിരിക്കും. അപ്പം നമ്മുടെ റൂള് അല്ലെങ്കിൽ നിയമം ഇതാണ്: LCM × HCF ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, അങ്ങനെ വേണമെങ്കിലും പറയാം. പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അങ്ങനെയും പറയാം. കണ്ടോ? അപ്പോൾ LCM × HCF ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ. ഏതെങ്കിലും 2 സംഖ്യകൾ എടുത്തിട്ട് അതിൻ്റെ LCMഉം HCFഉം ഗുണിക്കുന്നതും ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും എപ്പോഴും ഒരേ സംഖ്യയായിരിക്കും ഉത്തരമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലസാഗു അതായത് LCM 2079 ആണെന്നും HCF 27 ആണെന്നും തന്നു. 2 സംഖ്യകളിൽ ഒരു സംഖ്യ 189 ആണെന്ന് തന്നിട്ട് രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാനാണ് ചോദ്യം.
അല്ലേ? രണ്ടാമത്തെ സംഖ്യ കാണാൻ ദൈവം താഴേക്ക് പോകും ആണോ? അപ്പോൾ 2079 ഇൻറ്റു 27/189 എന്ന് കിട്ടും സെക്കൻഡ് നമ്പർ അല്ലേ മക്കളെ? ആണ്. ഇനി അതങ്ങ് സോൾവ് ചെയ്താൽ ഉത്തരവായല്ലോ. ഇതിൽ കണ്ടിട്ട് 27ഉം 189ഉം നേരെ അങ്ങ് വെട്ടിപ്പോകാൻ സാധ്യതയുണ്ടല്ലോ. 7 7 49. അപ്പോൾ 27 ഇൻറ്റു 7 180, 189 7 തവണ 27 ഇൻറ്റു 7 കേട്ടോ. കാരണം 20 ഇൻറ്റു 7 140, 7 49, 140 49 189 വന്നോളും. അപ്പോൾ 27 189 ഒറ്റയടിക്ക് വെട്ടിക്കളയാം 7 തവണ. ഇനി 7ഉം 2079 വെട്ടിക്കളയാം അല്ലേ? എങ്ങനെയാണ് വെട്ടിക്കളയുന്നത് ശ്രദ്ധിച്ചേ മക്കളെ. ഈ 7ഉം ഇതും 20 2 തവണ, 20 2 തവണ 14 വരെ. ബാക്കി ശിഷ്ടം 6. 60 9 തവണ 63 വരെ. 63 കഴിഞ്ഞ് ബാക്കി ശിഷ്ടം 4. 49 7 തവണ. ആൻസർ 297 എന്ന് കിട്ടും. 297. ഓപ്ഷൻ ബി ആണ് മക്കളെ നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ചെയ്തത് ക്ലിയർ ആണോ? ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു സ്കൂൾ കവാടത്തിൽ പച്ച, നീല, ചുവപ്പ് ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പച്ച ബൾബുകൾ 4 സെക്കൻഡ് ഇടവിട്ടും നീല 6 സെക്കൻഡ് ഇടവിട്ടും ചുവപ്പ് 9 സെക്കൻഡ് ഇടവിട്ടുമാണ് പ്രകാശിക്കുന്നത്. 3 ബൾബും ഒരുമിച്ച് പ്രകാശിക്കാൻ തുടങ്ങിയത് 8 മണിക്കാണ്. ഇവ എപ്പോൾ വീണ്ടും പ്രകാശിക്കും അല്ലേ? ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 ബൾബുകൾ പ്രകാശിക്കാൻ എടുക്കുന്ന സമയം? ഒരു ബൾബ് ഓരോ 4 സെക്കൻഡ് ഇടവിട്ട് പ്രകാശിക്കും. അടുത്തത് ഓരോ 6 സെക്കൻഡ് ഇടവിട്ട് പ്രകാശിക്കും. അടുത്തത് ഓരോ 9 സെക്കൻഡ് ഇടവിട്ട് പ്രകാശിക്കും. 8 മണിക്ക് ഇതെല്ലാം ഒരുമിച്ച് പ്രകാശിച്ചാൽ ഇനി ഏത് സമയമാകുമ്പം ഇവന്മാരെല്ലാം ഒരുമിച്ച് പ്രകാശിക്കും എന്നതാണ് ചോദ്യം. മക്കളെ, ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM ആയിരിക്കും ഉത്തരം. മറക്കരുത്, തന്നിരിക്കുന്നതിൻ്റെ LCM. മണിയടിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരുമിച്ച് തെളിയുന്ന ചോദ്യങ്ങൾ, ഈ കാറ്റഗറി ചോദ്യങ്ങളെല്ലാം വരുമ്പം ഈ തന്നിരിക്കുന്നതിൻ്റെ എല്ലാം LCM എടുക്കുന്നതായിരിക്കും ഉത്തരം. സോ ഇവിടെ ഉത്തരം കാണാൻ LCM ഓഫ് ഏതൊക്കെ എടുക്കണ്ടേ? 4, 6, 9 ചെയ്യുന്നതായിരിക്കും ഉത്തരം. ഓക്കെ. ഇതിൻ്റെ LCM കാണാൻ 4ൻ്റെ 6ൻ്റെ LCM 12, 12ൻ്റെയും 9ൻ്റെ LCM 36. അതായത് 36 സെക്കൻഡ് കഴിയുമ്പം ഇതെല്ലാം വീണ്ടും ഒരുമിച്ച് തെളിയും. 4 സെക്കൻഡിൻ്റെയും 6 സെക്കൻഡിൻ്റെയും 9 സെക്കൻഡിൻ്റെയും LCM എന്ന് പറയുന്നത് 36 സെക്കൻഡാണ്. 36 സെക്കൻഡ് കഴിയുമ്പോൾ ഇവന്മാരെല്ലാം ഒരുമിച്ച് തെളിയും. ഓക്കെ ആണല്ലോ? അതായത് മക്കളെ 8 മണിക്ക് തെളിഞ്ഞാൽ വീണ്ടും ഒരുമിച്ച് തെളിയുന്നത് 8 മണി 36 സെക്കൻഡ് ആകുമ്പോഴാണ്. 8 മണി 36 സെക്കൻഡ് ആകുമ്പോഴാണ് ഇതെല്ലാം വീണ്ടും ഒരുമിച്ച് തെളിയുന്നത്. 8 മണി 36 സെക്കൻഡ് ആകും. കണ്ടോ? ഇനി LCM 36 കിട്ടിയത് മനക്കണക്കായിട്ട് ചെയ്യാം. മക്കളെ, ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുൻപ് ഹൗ ടു ഫൈൻഡ് LCM ഈസിലി എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിർബന്ധമായിട്ടും എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടേ ഇത് കാണാവുള്ളൂ കേട്ടോ. അതിൽ LCM മനക്കണക്കായിട്ട് കണ്ടുപിടിക്കുന്ന ടെക്നിക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടേക്കണം. ഇത് മനക്കണക്കായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം വെറുതെ ഫാക്ടറൈസേഷൻ ചെയ്ത് സമയം കളയണ്ട. 4ൻ്റെ 6ൻ്റെ LCM എത്രയാണ്? 12. 12ൻ്റെ 9ൻ്റെ LCM 36. ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇനി ഇതല്ലാതെ ഫാക്ടറൈസേഷൻ വഴി ചെയ്യേണ്ട ആൾക്കാർക്ക് അങ്ങനെ ചെയ്യരുത്, നമ്മുടെ സമയം പോകും. എന്നാലും ഒന്നും പറഞ്ഞു തന്നേക്കാം. 4, 6, 9 ഇതിൻ്റെ LCM കാണാൻ മക്കളെ ഇവിടെ ഈ 3നെ ഹരിക്കാൻ പറ്റുന്നൊരു സംഖ്യയില്ല. 3 വെച്ച് ചെയ്യുമ്പം 4 അതേപടി ഇറക്കി എഴുതി
6 2 തവണ, 9 3 തവണ, വീണ്ടും 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യാം. 4 2 തവണ, 2 1 തവണ, 3 അതേപടി ഇറക്കി എഴുതി. ഇനി പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് LCM എന്ന് പറയുന്നത്. പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കണം അല്ലേ. 3 × 3 9 × 4 9 4 36 ഉത്തരം. 9 4 36 ഉത്തരം. 9 4 36 ഉത്തരം. അതാണിത് നോർമലി ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ അല്ലേ. നിങ്ങളെല്ലാവരും ഞാൻ ഷോർട്ടായിട്ട് മനക്കണക്കായിട്ട് ചെയ്യുന്ന മെത്തേഡ് ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചോണം കേട്ടോ. ശരി, അടുത്തത് 2 സംഖ്യകളുടെ ലസാഗു 7700. ഓക്കെ, ഉസാഗ 11. അതിലൊരു സംഖ്യ 275 ആണെങ്കിൽ മറ്റേ സംഖ്യ നമ്മൾ പഠിച്ചു. LCM × HCF ഈസ് ഈക്വൽ ടു എന്താ കുഞ്ഞുങ്ങളെ? പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പറാണ്. ശരിയല്ലേ? അതിൽ LCM 7700, HCF എന്ന് പറഞ്ഞാൽ 11, ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 275, സെക്കൻഡ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ശരിയാണോ? അപ്പോൾ ഈ സെക്കൻഡ് നമ്പർ കാണാൻ 7700 × 11 ഡിവൈഡഡ് ബൈ 275 അല്ലേ? വെട്ടിച്ചെറുതാക്കാമല്ലോ. 11ഉം 275 കൂടെ വെട്ടിക്കളയാം. 11 27 2 തവണ, 55 5 25 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ആണ്. 25ഉം 7700 വെട്ടിക്കളയാം. നമുക്കറിയാം 77 25 3 തവണ 75 വരെ. ബാക്കി ശിഷ്ടം 2 0 20. 20 അടങ്ങിയേല 200 8 തവണ 308 എന്ന് കിട്ടും. കുഞ്ഞുങ്ങളെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്തത് 24 മീറ്ററും 16 മീറ്ററും നീളമുള്ള 2 PVC പൈപ്പുകൾ ഒരേ നീളത്തിലും പരമാവധി നീളത്തിലും മുറിക്കണം. ഒരേ നീളത്തിൽ മുറിക്കണം, പരമാവധി നീളത്തിൽ മുറിക്കണം. ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം എത്രയായിരിക്കണം? നമ്മൾ ആദ്യം ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതേ പാറ്റേൺ കണ്ടോ? 24 മീറ്ററാണ് ഒന്ന് അല്ലേ. അടുത്തത് 16 മീറ്ററാണ്. ഒന്ന് 24 മീറ്ററും അടുത്ത് 16 മീറ്ററും അല്ലേ. ഇത് രണ്ടും തുല്യമായി മുറിക്കണം. നീളം കൂടിയ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ ഇതിൻ്റെ കാണണ്ടേ? HCF ആണ്. മറക്കരുത്, HCF ഓഫ് 24ഉം 16ഉം കാണണ്ടേ. ഇതിൻ്റെ രണ്ടിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ? കോമൺ ഫാക്ടറുകളിൽ ഹയസ്റ്റ് ഏതാ മക്കളെ? 8 അല്ലേ. അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ 8 24 16 അടങ്ങും. കോമൺ ഫാക്ടറുകളിൽ ഹയസ്റ്റ് 8 അല്ലേ. ഫാക്ടറൈസേഷൻ ചെയ്യണമെങ്കിൽ 24 16 കണ്ടോ. ഫാക്ടറൈസ് ചെയ്യുക 2 വെച്ച് 12 തവണ 8 തവണ, വീണ്ടും 2 വെച്ച് 6 തവണ 4 തവണ, വീണ്ടും 2 വെച്ച് 3 തവണ 2 തവണ. കണ്ടോ, സൈഡിൽ കിടക്കുന്നത് മാത്രം ഗുണിക്കണം. HCF കാണാൻ 8 കിട്ടി. ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF 8. 3 ബൾബുകൾ യഥാക്രമം 3 4 5 മിനിറ്റുകൾ ഇടവിട്ട് പ്രകാശിക്കും. ഇവയെല്ലാം ഒരുമിച്ച് 8 മണിക്ക് കത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ ഒരുമിച്ച് ഇതെല്ലാം കൂടെ തെളിയും എന്നതാണ് ചോദ്യം അല്ലേ. നമ്മൾ ഇത്തരം കണക്കുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആണോ. അതായത് ഒന്ന് 3 മിനിറ്റ് ഇടവിട്ട് തെളിയുന്നു, അടുത്തത് 4 മിനിറ്റ് ഇടവിട്ട് തെളിയുന്നു, അടുത്തത് 5 മിനിറ്റ് ഇടവിട്ട് തെളിയുന്നു. ശരിയല്ലേ? ഒരെണ്ണം 3 മിനിറ്റ്, ഒരെണ്ണം 4 മിനിറ്റ്, ഒരെണ്ണം 5 മിനിറ്റ് ഇടവേളകളിൽ തെളിയുന്നു. ഇതെല്ലാം ഒരുമിച്ച് 8 മണിക്ക് തെളിഞ്ഞു എങ്കിൽ വീണ്ടും എപ്പോൾ തെളിയുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം LCM എടുക്കുന്നതായിരിക്കും ഉത്തരം. ആണല്ലോ മക്കളെ. അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താ? LCM ഓഫ് ഏതൊക്കെ? 3 4 5 എത്ര കിട്ടും? 3ൻ്റെ 4ൻ്റെ LCM 12, 12ൻ്റെ 5ൻ്റെ LCM 60 അല്ലേ. 3 4 5 ഇതിനൊന്നും കോമൺ ഫാക്ടർ ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ LCM എങ്ങനെ എല്ലാം കൂടെ ഗുണിച്ചാൽ പോരെ? 3 × 4 × 5 ഉത്തരം ആൻസർ 60. അതായത് 60 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇത് വീണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ തെളിയുന്നത്. അതായത് 8 മണിക്ക് ഒരുമിച്ച് തെളിഞ്ഞാൽ വീണ്ടും ഒരുമിച്ച് തെളിയുന്നത് 60 മിനിറ്റ് കഴിയുമ്പം, അതായത് 9 മണിയാകുമ്പോൾ എന്നുത്തരം. സോ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം മക്കളെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 9 മണി എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 4 2 4 6 അല്ലേ. 2 4
6 ഇവയുടെ എല്ലാം എന്ത് കാണണം? ഉസാഗ HCF കാണണം. 2, 4, 6 എന്നീ സംഖ്യകളുടെ ഉസാഗ HCF എത്ര? മക്കളെ 2ൻ്റെയും 4ൻ്റെയും 6ൻ്റെയും HCF കാണുക എന്ന് പറഞ്ഞാൽ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ കാണുക എന്ന്. ഇവയുടെ കോമൺ ഫാക്ടറുകളിൽ ഏറ്റവും വലുത് കണ്ടുപിടിക്കണം. ഈ സംഖ്യകൾക്ക് കോമൺ ഫാക്ടറായിട്ട് 1 ഉണ്ട്, 2 ഉണ്ട്. വേറെ ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ഈ ചോദ്യത്തിൻ്റെ ആൻസർ 2 ആണ്. ഉസാഗ എന്ന് പറഞ്ഞ HCF ആണ് ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ദി ഗിവൻ നമ്പേഴ്സ് ആണ്. സോ 2ൻ്റെയും 4ൻ്റെയും 6ൻ്റെയും കോമൺ ഫാക്ടറുകൾ 1ഉം 2ഉം ആണ്. അതിൽ ഹയ്യസ്റ്റ് ആയിട്ടുള്ളത് 2 ആണ്. അടുത്ത ചോദ്യം, ഒരു NH റോഡിലെ 3 വ്യത്യസ്ത ജംഗ്ഷനുകളിൽ ട്രാഫിക് ലൈറ്റുകൾ നിരീക്ഷിച്ചപ്പോൾ ഓരോ 60 സെക്കൻഡിലും 120 സെക്കൻഡിലും 24 സെക്കൻഡിലും അവ പച്ചയായി മാറുന്നു. ഒരെണ്ണം ഓരോ 60 സെക്കൻഡ് ആകുമ്പം, അടുത്തത് 120 സെക്കൻഡ് ആകുമ്പം, അടുത്തത് 24 സെക്കൻഡ് ആകുമ്പോൾ പച്ചയായി മാറുന്നു. രാവിലെ 7 മണിക്ക് ഈ സിഗ്നലുകൾ ആരംഭിച്ചപ്പോൾ എല്ലാ ലൈറ്റുകളും പച്ചയായിരുന്നു. അതിനുശേഷം എത്ര സമയം കഴിഞ്ഞ് 3 സിഗ്നലുകളും ഒരേ സമയം വീണ്ടും പച്ചയായിട്ട് മാറും? മക്കളെ ഇത്തരം ചോദ്യങ്ങൾ കുറേ ആയല്ലോ. ഇങ്ങനെ വരുമ്പം ഈ സംഖ്യകളുടെ എല്ലാം എന്ത് കാണണം? LCM കാണണം അല്ലേ? LCM ഓഫ് 60 അല്ലേ? LCM ഓഫ് 60, 120, then 24. ഇതല്ലേ ഉത്തരം? യെസ്. 60ൻ്റെയും 120ൻ്റെയും LCM 120 അല്ലേ? ആണ്. 120ൻ്റെയും 24ൻ്റെയും LCM 120 തന്നെയല്ലേ? അപ്പോൾ ഈ 3 സംഖ്യകളുടെ LCM 120 ആണ്. LCM മനക്കണക്കായിട്ട് എങ്ങനെ ചെയ്യും അത് കണ്ടുപിടിക്കേണ്ട ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം യൂട്യൂബിൽ പ്ലേലിസ്റ്റ് എടുത്തിട്ട് നോക്കണം. അതിൽ LCM എന്ന് പറഞ്ഞതിൽ ആദ്യം LCM എന്ന പ്ലേലിസ്റ്റിൽ ആദ്യം കിടപ്പുണ്ട്. അത് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം കേട്ടോ. അത് കണ്ടാൽ ഞാനിപ്പോൾ ചെയ്തതുപോലെ ഫാക്ടറൈസേഷൻ ചെയ്യാതെ മനക്കണക്കായിട്ട് LCM കണ്ടുപിടിക്കാൻ പറ്റും. 60ൻ്റെയും 120ൻ്റെയും LCM 120. ഓക്കെ, 120ൻ്റെയും 24ൻ്റെയും LCM 120 തന്നെ. വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ അടങ്ങും, അല്ലെ? ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിളാണ് വലിയ സംഖ്യയെങ്കിൽ വലിയ സംഖ്യയാണ് LCM എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം LCM 120 ആണെങ്കിൽ 120 സെക്കൻഡ് കഴിയുമ്പം ഇത് 3ഉം ഒരുമിച്ച് വീണ്ടും പച്ചയാകും എന്ന് കിട്ടി അല്ലേ? 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 2 മിനിറ്റ് അല്ലേ? അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പം ഇത് വീണ്ടും ഒരുമിച്ച് പച്ചയാകും എന്നർത്ഥം. സോ ആൻസർ ഓപ്ഷൻ D ആണ്. 2 മിനിറ്റ് കഴിയുമ്പം ഇത് വീണ്ടും ഒരുമിച്ച് പച്ച തെളിയും. സോ ആൻസർ ഓപ്ഷൻ D ആണ്. ചെയ്തത് ക്ലിയർ ആണല്ലോ? ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ മക്കളെ? പക്കയാണല്ലോ? പക്കയാണ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, 8, 9, 10, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 8, 9, 10, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ? ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക. എത്രയാണോ ശിഷ്ടം കിട്ടേണ്ടത് അത് കൂട്ടി എഴുതുക. അതായത് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഓർക്കുക LCM ആണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നല്ലേ. അപ്പോൾ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ LCM ആണ്. 8, 9, 10, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നല്ലേ? ഓക്കെ, അപ്പോൾ ചെറിയ സംഖ്യയാണ് കാണേണ്ടത്. അതായത് LCM ആണെന്ന് മനസ്സിലായി. എത്രയാണ് ശിഷ്ടം വേണ്ടത്? 5 ആണ് ശിഷ്ടം വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം LCM കണ്ടുപിടിക്കണം. ഏതിൻ്റെയൊക്കെ? 8ൻ്റെയും 9ൻ്റെയും 10ൻ്റെയും 15ൻ്റെയും 20ൻ്റെയും LCM കാണുക. ശിഷ്ടമായിട്ട് 5 കിട്ടണമെന്ന് പറഞ്ഞത് കൊണ്ട് 5 കൂട്ടി എഴുതുക. ശിഷ്ടമായിട്ട് 2 കിട്ടാൻ പറഞ്ഞാൽ 2 കൂട്ടിക്കോണം. ശിഷ്ടമായിട്ട് 3 കിട്ടണം പറഞ്ഞേക്കുന്നെങ്കിൽ 3 കൂട്ടിക്കോണം. തന്നിരിക്കുന്നതിൻ്റെ എല്ലാ LCM കണ്ടിട്ട് എത്രയാണോ ശിഷ്ടം കിട്ടേണ്ടത് അത് കൂട്ടി എഴുതിയ ഉത്തരവായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ LCM കാണാൻ നമുക്ക് അറിയാവുന്ന മനക്കണക്കായിട്ട് ആദ്യം കണ്ടുപിടിക്കാമല്ലോ. 10ൻ്റെയും 15ൻ്റെയും LCM അല്ലെങ്കിൽ 10ൻ്റെയും 20ൻ്റെയും LCM 10ഉം 15ഉം കാണാം. 10ൻ്റെയും 15ൻ്റെയും LCM 30 അല്ലേ? 30ൻ്റെയും 20ൻ്റെയും LCM 60 അല്ലേ? 60ൻ്റെയും 8ൻ്റെയും LCM 120 അല്ലേ? 120.
120. ഇനി 120ൻ്റെ 9ൻ്റെയും കാണണം. 120ൽ 9 അടങ്ങില്ല, 240ൽ 9 അടങ്ങില്ല, 360ൽ 9 അടങ്ങും. സോ LCM 360 എന്നാണ് കിട്ടുന്നത് മക്കളെ. ഇനി ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാം. ഒന്നുകൂടെ പറയാം. 10ൻ്റെയും 15ൻ്റെയും LCM 15ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 30, അതിൽ 10 അടങ്ങും 30. 30ൻ്റെ 20ൻ്റെ LCM 60. 60ൻ്റെ 8ൻ്റെ LCM 8 × 15 120. അപ്പം 60ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 120ൽ 8 അടങ്ങും 120. ഇനി 120ൻ്റെ 9ൻ്റെ LCM കാണാൻ 120ൽ 9 അടങ്ങിയില്ല, 240ൽ 9 അടങ്ങിയില്ല, അടുത്ത മൾട്ടിപ്പിൾ 360ൽ 9 അടങ്ങും. സോ ആൻസർ 360. ഇങ്ങനെ മനക്കണക്കായി കാണാനുള്ള ടെക്നിക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മറക്കരുത് ആ വീഡിയോ കാണാൻ കേട്ടോ. ഓക്കെ. ഇനി ഇതറിയത്തില്ലാത്തവർക്ക്, കൺഫ്യൂഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസേഷൻ ചെയ്യാം. 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്. ഇതിൻ്റെ എല്ലാ LCM കാണാനല്ലേ ഫാക്ടറൈസേഷൻ ചെയ്യാമല്ലോ മക്കളെ. 5 വെച്ച് ചെയ്യാം അല്ലേ. 8 അതേപടി ഇറക്കി എഴുതി, 9 അതേപടി ഇറക്കി എഴുതി, 10ൽ 2 തവണ, 15ൽ 3 തവണ, 20ൽ 4 തവണ. വീണ്ടും 2 വെച്ച് ചെയ്യാം അല്ലേ. 2 വെച്ച് ചെയ്യുമ്പം 8ൽ 4 തവണ, 9 അതേപടി ഇറക്കി എഴുതി, 2ൽ 1 തവണ, 3 അതേപടി ഇറക്കി എഴുതി, 4ൽ 2 തവണ. സോ വീണ്ടും നമുക്ക് 3 വെച്ചോ 2 വെച്ചോ ചെയ്യാം. 2 വെച്ച് ചെയ്യാം. ഓക്കെ. 2 വെച്ച് ചെയ്യുമ്പോൾ 4ൽ 2 2 തവണ, 9 അതേപടി ഇറക്കി എഴുതി, 1 അതേപടി ഇറക്കി എഴുതി, 3 അതേപടി ഇറക്കി എഴുതി, 2ൽ 1 തവണ. ഇനി 3 വെച്ച് ചെയ്യാമല്ലോ. 3 വെച്ച് ചെയ്യുമ്പം മക്കളെ 2 അതേപടി ഇറക്കി എഴുതി, ഇത് 3 തവണ, ഇത് 1 തവണ, ഇത് 1 തവണ, ഇത് 1 തവണ. തീർന്നു. ഇനി പറ്റില്ലല്ലോ. ഇനി പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതല്ലേ കുഞ്ഞുങ്ങളെ ആൻസർ. പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? പുറത്ത് കിടക്കുന്നത് 5 × 2 × 2 × 3 × 2 × 3. അത് ചെയ്യുമ്പോൾ നമുക്ക് 360 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ ഈ സംഖ്യകളുടെ എല്ലാ LCM 360 അപ്പോൾ LCM കിട്ടിയിട്ട് എത്രയാണോ ശിഷ്ടം വേണ്ടത് അത് കൂട്ടി എഴുതണം. സോ ആൻസർ 365 എന്നാണ് കിട്ടുന്നത്. ആൻസർ 365 മക്കളെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ശരി. അപ്പോൾ ഈ മോഡൽ ചോദ്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഈ സംഖ്യകൾ കൊണ്ടെല്ലാം ഹരിക്കുമ്പോൾ ഇത്ര ശിഷ്ടം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണെന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നതിൻ്റെ എല്ലാ LCM കണ്ടിട്ട് എത്രയാണോ ശിഷ്ടം കിട്ടേണ്ടത് അത് കൂട്ടി എഴുതിയാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് 2, 4, 8, 7 അല്ലേ. 2, 4, 8, 7 ഇവയുടെ ലസാഗു LCM കാണാനല്ലേ ചോദ്യം മക്കളെ. മനക്കണക്കായിട്ട് ചെയ്യാം. 2ൻ്റെയും 4ൻ്റെയും LCM 4 ആണ്. 4ൻ്റെ 8ൻ്റെ LCM 8 ആണ്. 7ൻ്റെ 8ൻ്റെ LCM 7 8 56 ആണ്. കാരണം കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ വെറുതെ ഗുണിച്ചാൽ മതി. ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാൻ നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. 2ൻ്റെയും 4ൻ്റെ LCM 4, 4ൻ്റെ 8ൻ്റെ LCM 8, 8ൻ്റെയും 7ൻ്റെ LCM കോമൺ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് 7 8 56. അടുത്തത് 2 സംഖ്യകളുടെ ലസാഗു അതായത് LCM. 2 സംഖ്യകളുടെ LCM 36 ആണ്. അവയുടെ ഉസാഗ അതായത് HCF അത് 6 ആണ്. ഓക്കെ. ഒരു സംഖ്യ 12 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏത്? നമ്മൾ നേരത്തെ വീഡിയോയിൽ പഠിച്ചു. LCM × HCF എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. അതായത് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ അല്ലേ. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ആണോ? അപ്പോൾ അതിൽ LCM 36 ആണെന്നും HCF 6 ആണെന്നും തന്നിട്ടില്ലേ. ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 12, സെക്കൻഡ് നമ്പർ അറിയില്ല, കണ്ടുപിടിക്കണം. ശരിയാണോ? ഈ സെക്കൻഡ് നമ്പർ കാണാൻ ഈ 12 താഴേക്ക് വരും അല്ലേ. അപ്പോൾ 36 × 6 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ഇതും വെട്ടിപ്പോവും 2 തവണ. 36/2 18 എന്ന് കിട്ടും. സോ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 18 ആണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ഉത്തരം. ആൻസർ 18 എന്ന് വരും. ക്ലിയർ ആണല്ലോ? 12, 16, 18 ഇതിൻ്റെ എല്ലാം എന്ത് കാണണം? LCM കാണണം, ലസാഗു അല്ലേ. നമുക്ക് തുടങ്ങിയേക്കാം. 12, 16, 18 LCM കാണാൻ ഫാക്ടറൈസേഷൻ ചെയ്യാമല്ലോ. ഘടകക്രിയ 2 വെച്ച് പ്രൈം നമ്പർ വേണം സൈഡിൽ എടുക്കാൻ, മറക്കരുത് കേട്ടോ. 12ൽ 6 തവണ, 16ൽ 8 തവണ, 18ൽ 9 തവണ. ഓക്കെ. വീണ്ടും 3 വെച്ച് ചെയ്യാമല്ലോ മക്കളെ. 3 വെച്ച് ചെയ്യാം. 6ൽ 2 തവണ, 8 അതേപടി ഇറക്കി എഴുതി, 9ൽ 3 തവണ. വീണ്ടും 2 വെച്ച് ചെയ്യാമല്ലോ മക്കളെ. 2 വെച്ച് 2ൽ 1 തവണ, 8ൽ 4 തവണ, 3 അതേപടി ഇറക്കി എഴുതി. പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതല്ലേ നമ്മുടെ ഉത്തരം. അതായത് ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടും. ശരിയാണോ? എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും നോക്കിയേ.
144 കിട്ടുന്നത് ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ. സോ ആൻസർ 144 വരും. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 2 × 3 × 2 × 4 × 3 144 ഉത്തരം. അടുത്ത ചോദ്യം 18 36 72 എന്നീ സംഖ്യകളുടെ LCM കാണുക, ലസാഗു അല്ലേ. ഇവിടെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളൂ. 18ൻ്റെയും 36ൻ്റെയും LCM 36. വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ അടങ്ങുമെങ്കിൽ വലിയ സംഖ്യയായിരിക്കും LCM. 36ൻ്റെയും 72ൻ്റെ LCM 72. കാരണം അവിടെയും വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ അടങ്ങുമെങ്കിൽ വലിയ സംഖ്യയായിരിക്കും LCM. അപ്പോൾ ഇതിൽ വലിയ സംഖ്യ 72 ആയതുകൊണ്ട് ഈ സംഖ്യകളുടെ എല്ലാ LCM 72 കണ്ടോ. നോട്ട് പഠിച്ചോണം കേട്ടോ. ഞാൻ LCM ഹൗ ടു ഫൈൻഡ് LCM ഈസിലി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാനലിൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. LCM ആൻഡ് HCFൻ്റെ പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും കേട്ടോ. അത് കണ്ടോണം എല്ലാവരും. ശരി. അപ്പോൾ 18ൻ്റെയും 36ൻ്റെ LCM 36, 36ൻ്റെ 72ൻ്റെ LCM 72. അപ്പോൾ ഈ 3 സംഖ്യയിൽ LCM 72 കിട്ടും. ഇനി അത് മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇനി അങ്ങനെയല്ലെങ്കിൽ ഈ ഫാക്ടറൈസേഷൻ ചെയ്യരുത് മക്കളെ, വെറുതെ നമ്മുടെ സമയം പോവും. ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. 2 വെച്ച് ചെയ്യാമല്ലോ മക്കളെ. 2 വെച്ച് ചെയ്യാം. 9 തവണ, ഇത് 18 തവണ, ഇത് 36 തവണ അല്ലേ. യെസ്. വീണ്ടും 3 വെച്ച് ചെയ്യാം. 3 തവണ, 6 തവണ, 12 തവണ. വീണ്ടും 3 വെച്ച് ചെയ്യാമല്ലോ. 3 വെച്ച് 1 തവണ, 2 തവണ, 4 തവണ. വീണ്ടും 2 വെച്ച് ചെയ്യാം. ആണോ. 1 1 2 കിട്ടും. പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുമ്പം 72 കിട്ടും. ഗുണിക്കുമ്പം 72 കിട്ടും. ഏതൊക്കെ ഗുണിക്കുമ്പം? ഇവന്മാരെ എല്ലാം കൂടെ ഗുണിക്കുമ്പോഴത്തേക്ക് 72. പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതല്ലേ LCM എന്ന് പറഞ്ഞു. ശരി, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. PQ എന്നിവ 2 പോസിറ്റീവ് പൂർണ്ണസംഖ്യകളായിരിക്കട്ടെ. PQ എന്നിവയുടെ HCF. ഓക്കെ, അപ്പം P എന്ന് പറയുന്നതും Q എന്ന് പറയുന്നതും 2 പോസിറ്റീവ് സംഖ്യകളാണ്. ഇവയുടെ HCF എന്ന് പറയുന്നത് 16 ആണെന്നും ഇവയുടെ LCM എന്ന് പറഞ്ഞാൽ HCFൻ്റെ 16 143 മടങ്ങാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ 143 × 16 ക്ലിയർ അല്ലേ മക്കളെ? 2 സംഖ്യകളുണ്ട്. ഒരു സംഖ്യ P, ഒരു സംഖ്യ Q. ഈ സംഖ്യകളുടെ HCF 16 എന്ന് തന്നിട്ടുണ്ട്. അവയുടെ LCM HCFൻ്റെ 143 മടങ്ങാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു സംഖ്യ 100നും 200നും ഇടയിലാണെങ്കിൽ മറ്റേ സംഖ്യയുടെ അക്കങ്ങളുടെ ആകെ തുക എത്ര? അതായത് മറ്റേ സംഖ്യയുടെ അക്കങ്ങളുടെ തുക എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ, നല്ലൊരു ചോദ്യമാണ് മക്കളെ. 2 സംഖ്യകൾ നമ്മുടെ കയ്യിലുണ്ട്. അവയുടെ HCF നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഒന്നാമത്തെ സംഖ്യ P ആണ്. ആ സംഖ്യ 16x ആണെന്ന് എടുക്കാം. രണ്ടാമത്തെ സംഖ്യ Q ആണ്. ആ സംഖ്യ 16y എന്നെടുക്കാം. ഓക്കെ, HCF 16 ആയതുകൊണ്ട് ആ സംഖ്യ HCFൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു സംഖ്യ 16x എന്നും ഒരു സംഖ്യ 16y എന്നും എടുത്തു. ഇതിൽ എക്സും വൈയും കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത സംഖ്യകളായിരിക്കും, കോപ്രൈം ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഒരു സംഖ്യ P, ഒരു സംഖ്യ Q. ഇതിൻ്റെ രണ്ടിൻ്റെ HCF 16 ആണെങ്കിൽ P എന്ന സംഖ്യ 16x ആയിട്ടും Q എന്ന സംഖ്യ 16y ആയിട്ടും എടുക്കാം. എക്സും വൈയും കോ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ LCM HCFൻ്റെ 143 മടങ്ങായതുകൊണ്ട് 143 × 16 ആണെന്ന് കിട്ടും. ശരി, ഇനി നമ്മൾ ഇങ്ങനെ ഒരു റൂള് പഠിച്ചിട്ടുണ്ട്. LCM × HCF ഈസ് ഈക്വൽ ടു LCM × HCF ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അല്ലേ. അപ്പോൾ LCM × HCF ഈക്വൽ ടു P × Q എന്ന് എഴുതാമല്ലോ. ഇവിടെ ആ റൂൾ യൂസ് ചെയ്യാമല്ലോ. സംഖ്യകൾ P യും Q അല്ലേ. LCM എത്രയാണ് മക്കളെ? 143 × 16. HCF എത്രയാണ് മക്കളെ? 16. P എന്ന് പറഞ്ഞാൽ എത്രയാ? 16x. Q എന്ന് പറഞ്ഞാൽ എത്രയാ? 16y. ഓക്കെ ആണോ? യെസ്. 16ഉം 16ഉം വെട്ടിപ്പോയി, ഈ 16ഉം 16ഉം വെട്ടിപ്പോയി. അപ്പോൾ x × y ഈസ് ഈക്വൽ ടു 143 എന്ന് കിട്ടി. x × yയുടെ വില എത്ര കിട്ടി? 143 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി എക്സും വൈയും കോപ്രൈം നമ്പേഴ്സാണ്, കോമൺ ഫാക്ടർ ഇല്ലാത്ത സംഖ്യകളാണ്. അത് ഗുണിക്കുമ്പോൾ 143 വരണമെങ്കിൽ എക്സും വൈയും ഏതായിരിക്കണം മക്കളെ? എക്സും വൈയും 11ഉം 13ഉം ആയിരിക്കണം.
11ഉം 13ഉം ഗുണിക്കുമ്പോഴാണ് മക്കളെ 143 വരുന്നത്. ഈ 11നും 13നും കോമൺ ഫാക്ടറുകളൊന്നുമില്ല, അത് കോ പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ എക്സിൻ്റെ വില 11 വൈയുടെ വില 13 കിട്ടി. അപ്പോൾ പിയും ക്യൂവും കണ്ടുപിടിക്കാമല്ലോ. പി എന്ന് പറഞ്ഞാൽ 16x അല്ലേ, അപ്പോൾ 16 ഇൻറ്റു എക്സ് 11 എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് 16 ഇൻറ്റു 11 176 കിട്ടും. യെസ്. ക്യൂ എന്ന് പറഞ്ഞാൽ 16y അല്ലേ, 16 ഇൻറ്റു വൈയുടെ വില 13 എടുക്കാം. 16 ഇൻറ്റു 13 നമുക്ക് 208 കിട്ടും. അപ്പോൾ പിയും ക്യൂവും 176ഉം 208 ഒരു സംഖ്യ 100നും 200നും ഇടയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതാ അപ്പം? 176. രണ്ടാമത്തെ സംഖ്യയുടെ അക്കങ്ങളുടെ തുക കാണണം മക്കളെ. രണ്ടാമത്തെ സംഖ്യയുടെ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 2ഉം 8ഉം കൂട്ടുമ്പോൾ 10 കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 10. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്ന ചോദ്യമാണ് കേട്ടോ. ഒന്നുകൂടെ പറയട്ടെ. 2 സംഖ്യകളുണ്ട്, ഒരു സംഖ്യ പി, ഒരു സംഖ്യ ക്യൂ. 2 സംഖ്യകൾ, ഒരു സംഖ്യ പി, ഒരു സംഖ്യ ക്യൂ. ഇവയുടെ HCF 16 LCM 143 മടങ്ങാണ് HCFൻ്റെ. ഓക്കെ. അപ്പോൾ പി എന്ന സംഖ്യ 16x ആയിട്ടും ക്യൂ എന്ന സംഖ്യ 16y ആയിട്ടും എടുക്കാം. അതങ്ങനെയാണ്. HCF തന്നാൽ സംഖ്യകൾ എക്സും വൈയും ചേർത്തെടുക്കും കേട്ടോ. ഈ എക്സും വൈയും കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ 16x, ക്യൂ എന്ന് പറഞ്ഞാൽ 16y. എനിക്കറിയാം LCM ഇൻറ്റു HCF ഇക്വൽ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സാണ്. അപ്പോൾ LCM ഇൻറ്റു HCF ഇക്വൽ പി ഇൻറ്റു ക്യൂ ആണ്. 143 ഇൻറ്റു 16 ഇൻറ്റു 16 നമ്മുടെ LCM ഇൻറ്റു HCF ചെയ്യുമ്പോൾ കിട്ടുന്നത്. പി ഇൻറ്റു ക്യൂ ചെയ്യുമ്പോൾ 16x ഇൻറ്റു 16y. അതിൽ നിന്ന് x ഇൻറ്റു y 143 കിട്ടും. എക്സ് വൈയും കോപ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് 11ഉം 13ഉം ആണെന്നും കിട്ടും. ആ 11ഉം 13ഉം എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ക്യൂ 176നും 208 കിട്ടും. ഒരു സംഖ്യ 100നും 200നും ഇടയ്ക്കാണ്. അപ്പോൾ ആ സംഖ്യ 176. അടുത്ത സംഖ്യ അക്കങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. സംഖ്യ ഏതെന്നല്ലേ ചോദിച്ചേക്കുന്നത്. സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ 208. സംഖ്യയുടെ അക്കങ്ങളുടെ തുക ആൻസർ 10. അടുത്ത ചോദ്യം. ചുവടെ 2 സൂത്രവാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേതാ ശരിയെന്ന് നോക്കണം അല്ലേ. ഭിന്നസംഖ്യകളുടെ HCF എന്ന് പറഞ്ഞാൽ അംശങ്ങളുടെ HCF ബൈ ഛേദങ്ങളുടെ LCM. ആ പ്രസ്താവന ശരിയാണ്. ഭിന്നസംഖ്യയുടെ LCM എന്ന് പറഞ്ഞാൽ അംശങ്ങളുടെ LCM ബൈ ഛേദങ്ങളുടെ HCF. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ് അല്ലേ. അപ്പോൾ സൂത്രവാക്യം 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന 108, 48, 72 എന്നീ സംഖ്യകളുടെ ചെറു പൊതുഗുണിതം 432 അല്ലേ. ചെറു പൊതുഗുണിതം എന്ന് പറഞ്ഞാൽ എന്താ? LCM ആണ്. ചെറു പൊതുഗുണിതം എന്ന് പറഞ്ഞാൽ LCM ആണ് കേട്ടോ. വൻ പൊതു ഘടകം എന്ന് പറഞ്ഞാൽ HCF. ചെറു പൊതു ഗുണിതം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM ആണ്. ഇതിൻ്റെ LCM 432 ആണെന്ന് അവർ പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇതിൻ്റെ LCM കണ്ടുപിടിക്കാൻ വേണ്ടി ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 വെച്ച് ചെയ്യാം അല്ലേ. സോ 54 മക്കളെ 24 ആണോ, 36. വീണ്ടും 2 വെച്ച് ചെയ്യാമല്ലോ. 2 വെച്ച് 27. ഓക്കെ. 12, 18 ശരിയല്ലേ. വീണ്ടും നമുക്ക് 3 വെച്ച് ചെയ്യാമല്ലോ. ഇത് 9, ഇത് 4, ഇത് 6. ഓക്കെ. വീണ്ടും നമുക്ക് 3 വെച്ച് ചെയ്യാം. ഇത് 3 തവണ, ഇത് 4 അതേപടി ഇറക്കി എഴുതി, ഇത് 2 തവണ. വീണ്ടും 2 വെച്ച് ചെയ്യാം. ഇത് 3 അതേപടി ഇറക്കി എഴുതി, ഇത് 2 തവണ, ഇത് 1 തവണ. ശരിയാണോ? പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതല്ലേ ഉത്തരം മക്കളെ. സോ ഇവിടെ 2 ഇൻറ്റു 2 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 27 എന്നല്ലേ വരുന്നത് എല്ലാം കൂടെ ഗുണിക്കുമ്പം. അപ്പം നമുക്ക് 432 കിട്ടുന്നുണ്ട്. അപ്പം ഈ സംഖ്യകളിലെ എല്ലാ LCM 432 എന്ന പ്രസ്താവന ശരിയാണ്. അടുത്ത പ്രസ്താവന 4/5. ഓക്കെ. 5/6. ഓക്കെ. അതുപോലെ 7/15, 7/15 എന്നീ സംഖ്യകളുടെ വൻ പൊതുഘടകം അതായത് HCF 1/30 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതിൻ്റെ എല്ലാ HCF കാണാനാണ്. വൻ പൊതുഘടകം ചെറു പൊതുഗുണിതം LCM, വൻ പൊതുഘടകം HCF. ഈ ഭിന്നസംഖ്യകളുടെ HCF കാണാനാണ് ചോദ്യം.
മക്കളെ, ഭിന്നസംഖ്യകളുടെ HCF കാണാൻ ആദ്യം അംശങ്ങളുടെ മുകളിൽ കിടക്കുന്നതിൻ്റെ HCF കാണണം. മുകളിൽ കിടക്കുന്നത് 4ഉം 5ഉം 7ഉമാണ്. ഇതിൻ്റെ എല്ലാം ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1. അത് കറക്റ്റാണ്. ഇനി താഴെ കിടക്കുന്നതിൻ്റെ എല്ലാം LCM കാണണം. 5ൻ്റെയും 15ൻ്റെയും LCM 15, 15ൻ്റെ 6ൻ്റെ LCM 30, 1/30 എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ് എന്ന് കിട്ടും. ഒന്നുകൂടെ പറയാം. രണ്ടാമത്തെ പ്രസ്താവന 4/5, 5/6, 7/15 ഇതിൻ്റെ HCF കാണാനാണ്. ഇതിൻ്റെ HCF കാണാൻ മുകളിൽ കിടക്കുന്നതിൻ്റെ എല്ലാം HCF കാണുക, താഴെ കിടക്കുന്നതിൻ്റെ എല്ലാം LCM കാണുക. മുകളിൽ കിടക്കുന്നത് 4, 5, 7 ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1. HCF 1. താഴെ കിടക്കുന്നതിൻ്റെ LCM 5ൻ്റെയും 15ൻ്റെയും LCM 15, 15ൻ്റെ 6ൻ്റെ LCM 30. സോ LCM 30. മുകളിൽ കിടക്കുന്നതിൻ്റെ HCF 1ഉം താഴെ കിടക്കുന്നതിൻ്റെ LCM 30. അപ്പം ഈ സംഖ്യകളുടെ എല്ലാ HCF എന്ന് പറഞ്ഞാൽ 1/30 എന്ന് കിട്ടും. അത് കറക്റ്റാണ്. അടുത്ത ചോദ്യം, 6, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? മക്കളെ, ഇവിടെ LCM കാണാനാണ് ചോദ്യം. പക്ഷേ LCM എന്ന ടേം യൂസ് ചെയ്തിട്ടില്ല. 6, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണാനേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്ന് LCM ആണ് കാണേണ്ടത് എന്ന് പഠിച്ചോളുക. അപ്പോൾ LCMൻ്റെ ഡെഫിനിഷൻ ഒന്ന് കാണാതെ പഠിച്ച് തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് അവയുടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഖ്യകൾ കൊണ്ടെല്ലാം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണാൻ പറഞ്ഞ് ഇതിൻ്റെ എല്ലാം LCM കാണാനാണ് ചോദ്യം. ഓക്കെ, അപ്പം LCM ഓഫ് ഏതൊക്കെയാ? 6, 8, 10. മക്കളെ, സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. എത്രയത്? ഇവിടെ 8ൻ്റെയും 10ൻ്റെയും LCM 40. 40ൻ്റെയും 6ൻ്റെ LCM 120. അപ്പോൾ ഈ 3 സംഖ്യകളുടെ LCM 120 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ A ആണ് കറക്റ്റ്. ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടവർക്ക് 6, 8, 10 എന്ന് എഴുതുക. 2 വെച്ച് ചെയ്യുക എല്ലാത്തിനെയും. 3 തവണ, 4 തവണ, 5 തവണ. ഇനി ചെയ്യാൻ പറ്റില്ല, പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതാണ് ഉത്തരം. ശരിയല്ലേ മക്കളെ? സോ 4 × 5 20 × 6 120 ഉത്തരം കിട്ടും. അങ്ങനെയും ചെയ്യാം, മനക്കണക്കായിട്ടും ചെയ്യാം. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ LCM തന്നിട്ടുണ്ട്. LCM എന്ന് പറഞ്ഞാൽ 300, ഉസാഗ HCF എന്ന് പറഞ്ഞാൽ 10 അല്ലേ? ഒരു സംഖ്യ 60 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ കാരണം. ഇതേ പാറ്റേൺ കുറേ ചോദ്യങ്ങളായിപ്പം നമുക്കറിയാം. LCM × HCF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സാണ് അല്ലേ? സോ ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ എന്ന് പറയാം അല്ലേ? ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ. LCM എന്ന് പറഞ്ഞാൽ എത്രയാ? 300. HCF എന്ന് പറഞ്ഞാൽ എത്രയാ? 10. ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 60. സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കണം അല്ലേ? സെക്കൻഡ് നമ്പർ കാണാൻ ഈ 60 താഴേക്ക് വരും. 300 × 10 / 60 എന്ന് വരും. ആണല്ലോ? യെസ്, 60 300 ഒറ്റയടിക്ക് വെട്ടിക്കളയാം. 5 തവണയാണ്. ആൻസർ 50 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ B ആണ് കറക്റ്റ്. 2 കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലേ? 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരണം. അതുപോലെ 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരണം. 4 കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരണം അല്ലേ? 5 കൊണ്ട് ഹരിച്ചാൽ 4 ശിഷ്ടം വരണം. ഇങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഏറ്റവും ചെറിയ സംഖ്യ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാക്കുക അത് LCMുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചെറിയ സംഖ്യ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാക്കുക LCMുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടണം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2, 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 5 കൊണ്ട് ഹരിക്കുമ്പോൾ 4 ശിഷ്ടം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് കാണേണ്ടത്. അപ്പോൾ LCM ആണെന്ന് മനസ്സിലായി, ചെറിയ സംഖ്യ എന്ന് കണ്ടപ്പം. ഇനി ചെയ്യേണ്ടത് മക്കളെ, ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കുക. ഇവിടെ 1 ഡിഫറൻസ്, ഇവിടെ 1 ഡിഫറൻസ്, ഇവിടെ 1 ഡിഫറൻസ്, ഇവിടെ 1 ഡിഫറൻസ്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഡിഫറൻസ് സെയിം ആയിരിക്കും കേട്ടോ. ഇവിടെ എല്ലാം ഡിഫറൻസ് 1 വന്നേക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഡിഫറൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. എല്ലാം 1 ആകുമെന്നല്ല, ഏതെങ്കിലും ഒരു സെയിം വാല്യൂ ആയിരിക്കും. അപ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒരു പരിപാടിയില്ല മക്കളെ. ഈ ആദ്യം കിടക്കുന്നതിൻ്റെ എല്ലാ LCM കാണണം. എന്നിട്ട് എത്രയാണോ കോമൺ ഡിഫറൻസ് വന്നേക്കുന്നത് അത് കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം. അതായത് LCM
എം ഓഫ് ഏതൊക്കെ 2, 3, 4, 5 ചെയ്യണം. എന്നിട്ട് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഡിഫറൻസ് 1 അത് കുറയ്ക്കണം. 2ൻ്റെ 4ൻ്റെ LCM 4, 4ൻ്റെ 3ൻ്റെ LCM 12, 12ൻ്റെ 5ൻ്റെ LCM 60. ഈ സംഖ്യകളുടെ എല്ലാം LCM 60. 60ൽ നിന്ന് 1 കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം. മക്കളെ ആൻസർ 59 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിൻ്റെ പാറ്റേൺ ശ്രദ്ധിക്കുക. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം, 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം, 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 5 കൊണ്ട് ഹരിക്കുമ്പോൾ 4 ശിഷ്ടം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണണം. അപ്പോൾ അത് LCM ആണെന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് സെയിം ആയിരിക്കും, ഒരേ സംഖ്യ ആയിരിക്കും എല്ലാത്തിൻ്റെയും ഡിഫറൻസ് വരുന്നത്. നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ആദ്യം കിടക്കുന്നതിൻ്റെ എല്ലാ LCM കണ്ടിട്ട് എത്രയാണോ ഡിഫറൻസ് വന്നേക്കുന്നത് അതങ്ങ് കുറച്ചാൽ മതി. എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം. 216, 216, 72, 30 ഇതിൻ്റെ എല്ലാം കൂടെ എന്ത് കാണണം? ഉസാഗ അതായത് HCF കാണണം. ഇതിൻ്റെ എല്ലാം HCF അല്ലെങ്കിൽ ഉസാഗ കാണാൻ ഫാക്ടറൈസ് ചെയ്യണം. എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ 2 ആണ്. 2 കൊണ്ട് നോക്കിയാൽ 2, 2ൽ 1 തവണ, 1 ഇല 16ൽ 8 തവണ, 36 തവണ, 30ൽ 15 തവണ. ഇനി ഇതിനെയെല്ലാം 3 കൊണ്ട് ഒന്നുകൂടെ ഹരിക്കാൻ പറ്റും. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 10ൽ 3, 18ൽ 6, 36 വരും. ഇത് 12 വരും. യെസ്, ഇത് 5 വരും. ഇനി എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയില്ല. 12നെയും 36നെയും 2 കൊണ്ട് ഹരിക്കാം, പക്ഷേ 3നെ ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ഇല്ലാത്തത് കൊണ്ട് ഇനി മുന്നോട്ട് ചെയ്യരുത്. സൈഡിൽ കിടക്കുന്നത് നേരെ ഗുണിച്ചാൽ നമ്മുടെ ഉത്തരവായി 3 × 2 6 മക്കളെ. ഈ സംഖ്യകളിലെല്ലാം HCF അതായത് 216ൻ്റെ 72ൻ്റെ 30ൻ്റെ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 6. 216, 72, 30 ഇതുകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ ഈ സംഖ്യകളെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ 6. അപ്പോൾ ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ HCF കാണുന്നത്. എങ്ങനെയാണ്? 216, 72, 30 ഇത് ഹരിക്കുക അല്ലേ, ഫാക്ടറൈസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പം എല്ലാത്തിനെയും 2 കൊണ്ട് പറ്റും ആണോ? എല്ലാത്തിനെയും 2 കൊണ്ട് ചെയ്തു. ഒരു സ്റ്റെപ്പ് വീണ്ടും ചെയ്തു. ഇനി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതിനെ 3നെ ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയില്ല. അപ്പോൾ 2 ഹരിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, മുന്നോട്ട് ചെയ്യരുത്. HCF കാണാൻ നേരത്ത് LCM കാണാൻ നേരത്ത് മുന്നോട്ട് ചെയ്യാൻ പറ്റും, HCF കാണാൻ നേരത്ത് ചെയ്യരുത്, നിർത്തിക്കോണം. എന്നിട്ട് സൈഡിലുള്ളത് മാത്രം ഗുണിച്ചോണം. സോ ആൻസർ 6. അടുത്ത ചോദ്യം 36, 50, 75 എന്നീ സംഖ്യകളുടെ LCM എത്ര അല്ലേ? ഇതിൻ്റെ LCM കാണാൻ എന്ത് ചെയ്യണം മക്കളെ? ഫാക്ടറൈസേഷൻ തന്നെ ചെയ്യാം. ഇതിനെ 3നെ ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയില്ല, പക്ഷേ 50നെയും 75നെയും 5 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 36 അതേപടി താഴേക്ക് ഇറക്കി എഴുതി. 50ൽ 5 10 തവണ, 75ൽ 5 15 തവണ. വീണ്ടും ഇതിനെ 3നെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യയില്ല, പക്ഷേ 10നെയും 15നെയും 5 കൊണ്ട് ഹരിക്കാം. 5 കൊണ്ട് 36 അതേപടി ഇറക്കി എഴുതി. 10ൽ 5 2 തവണ, 15ൽ 5 3 തവണ. സോ വീണ്ടും ഇതിനെ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയില്ല. 36നെയും 3നെയും 3 കൊണ്ട് ഹരിക്കാം. 3 വെച്ച് 36ൽ 3 12 തവണ, 2 അതേപടി ഇറക്കി എഴുതി. 3ൽ 3 1 തവണ. 12നെയും 2നെയും വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 12ൽ 2 6 തവണ, 2ൽ 1 തവണ. ഇനി ചെയ്യാൻ പറ്റില്ല. പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതായിരിക്കും LCM. 5 25 ഇൻറ്റു 3 × 2 6 × 6 36. 25 × 36 മക്കളെ ഉത്തരം. നമുക്ക് 900 എന്ന് കിട്ടും ഈ സംഖ്യകളുടെ LCM. അടുത്ത ചോദ്യം 2 സംഖ്യകളുടെ ഉസാഗ അതായത് HCF 11 അവയുടെ ലസാഗു 602 അവയിൽ ഒരു സംഖ്യ 77 ആയാൽ മറ്റേ സംഖ്യ ഏത്? നമ്മൾ പഠിച്ചു LCM × HCF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആയിരിക്കും. ശരിയല്ലേ മക്കളെ? പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ശരിയല്ലേ? ആണ്. അപ്പോൾ ഇവിടെ LCM എന്ന് പറഞ്ഞാൽ 602 HCF എന്ന് പറഞ്ഞാൽ 11 തന്നിട്ടുണ്ട്. 2 സംഖ്യകളിൽ ഒരു സംഖ്യ 77 രണ്ടാമത്തെ സംഖ്യ സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. സെക്കൻഡ് നമ്പർ കാണാൻ 77 താഴേക്ക് പോകും. അപ്പോൾ 602 × 11 ÷ 77 എന്ന് വരും. മക്കളെ
11ഉം 77ഉം വെട്ടിക്കളയാം 7 തവണ, 7ഉം 60ഉം വെട്ടിക്കളയാം 7 8 56, 6 കഴിഞ്ഞ് ബാക്കി ശിഷ്ടം 4, 42ൽ 7 6 തവണ. അപ്പോൾ ഈ സെക്കൻഡ് നമ്പർ നമുക്ക് 86 എന്നാണ് കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓക്കെ, ഏതാണ് ശരിയായ പ്രസ്താവന? ഇതിൽ ശരിയായ പ്രസ്താവന ഇതല്ലേ, 2 സംഖ്യകളുടെ ലസാഗു ഉസാവ എന്നിവ തമ്മിൽ ഗുണിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും എന്ന് പഠിച്ചിട്ടില്ലേ? ഏതെങ്കിലും 2 സംഖ്യകളുടെ LCM × HCF എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ പ്രൊഡക്റ്റിന് ഗുണനഫലത്തിന് തുല്യമായിരിക്കും എന്ന് പഠിച്ചില്ലേ? സോ ഇതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്തത് 14ൻ്റെയും 16ൻ്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതായത് 16 കൊണ്ടും 16 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നർത്ഥം. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 14ൻ്റെയും 16ൻ്റെയും LCM ആണ് മക്കളെ. ഇങ്ങനെയൊക്കെ വരുമ്പം LCM എന്ന ടേം അവർ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ LCM ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവണം അല്ലേ? ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 വെച്ച് എത്ര തവണ? 7 തവണ, ഇത് 8 തവണ അല്ലേ? പുറത്ത് ഇനി ചെയ്യാൻ പറ്റില്ല, അപ്പോൾ പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കാം അല്ലേ? 14 × 8 അല്ലേ മക്കളെ ഉത്തരവായിട്ട് വരുന്നേ? സോ 112 കിട്ടും അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം 3/4 അതുപോലെ 5/8 ഈ സംഖ്യകളുടെ LCM കാണാനാണ് ചോദ്യം. ഈ സംഖ്യകളുടെ LCM കാണണം. ഭിന്നസംഖ്യകളുടെ LCM കാണാൻ മുകളിൽ കിടക്കുന്നവയുടെ LCM ഓഫ് 3, 5 കാണണം. താഴെ കിടക്കുന്നതിൻ്റെ HCF ഓഫ് 4, 8 ഇതല്ലേ ഉത്തരം? അതായത് ഈ രണ്ട് ഭിന്നസംഖ്യകളുടെ LCM കാണാൻ മുകളിൽ കിടക്കുന്നവയുടെ LCMഉം താഴെ കിടക്കുന്നതിൻ്റെ HCFും കണ്ടാൽ മതി. മുകളിൽ കിടക്കുന്നതിൻ്റെ LCM 3ൻ്റെ 5ൻ്റെ LCM 3 × 5 15, 4ൻ്റെ 8ൻ്റെ HCF ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ 4, ആൻസർ 15/4 എന്ന് വരും. ആൻസർ ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റ്. 4ൻ്റെ 8ൻ്റെ കോമൺ ഫാക്ടറിൽ ഹയ്യസ്റ്റ് 4 അല്ലേ? സോ ആൻസർ 15/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പം ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ ഏത്? മക്കളെ 5, 10 കൊണ്ട് ഹരിക്കുമ്പം 3 ശിഷ്ടം കിട്ടണം. അങ്ങനെ വരുന്ന ആദ്യത്തെ സംഖ്യ 13 അല്ലേ? 13നെ 5 കൊണ്ട് ഹരിച്ചാലും 3 ശിഷ്ടം, 10 കൊണ്ട് ഹരിച്ചാലും 3 ശിഷ്ടം. അടുത്ത സംഖ്യ 23 അല്ലേ? 23നെ 5 കൊണ്ട് ഹരിച്ചാലും 3 ശിഷ്ടം, 10 കൊണ്ട് ഹരിച്ചാലും 3 ശിഷ്ടം. അടുത്ത സംഖ്യ 33 അല്ലേ? അടുത്ത സംഖ്യ 43 അല്ലേ? ഇങ്ങനെയല്ലേ പോകുന്നത്? ഇത് സമാന്തര ശ്രേണിയുടെ വ്യത്യാസം. ഇത് തമ്മിലുള്ള വ്യത്യാസം 10 അല്ലേ മക്കളെ? വ്യത്യാസം 10 ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ആദ്യത്തെ ചോദ്യം 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. മക്കളെ 2, 4, 5 ഇവ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണാൻ പറഞ്ഞാൽ 2ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും LCM കാണാനാണ് ചോദ്യം അല്ലേ? 2ൻ്റെയും 4ൻ്റെയും LCM 4 ആണ്. 4ൻ്റെയും 5ൻ്റെയും LCM 20 ആണ്. അപ്പോൾ 2 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അവയുടെ LCM ആയിട്ടുള്ള 20 ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 20 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 2 സംഖ്യകളുടെ LCM 108 ആണ്. ഉസാഗ HCF 18 ആണ്. സംഖ്യകളിൽ ഒന്ന് 54 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? അല്ലേ മക്കളെ? നമ്മൾ ഇതൊരു ഇക്വേഷൻ പോലെ പഠിച്ചിട്ടുണ്ട്. LCM × HCF അല്ലേ? LCM × HCF ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ എന്ന് പഠിച്ചിട്ടുണ്ട്. ശരിയാണോ? ഇതിൽ LCM അറിയാം, HCF അറിയാം, ഫസ്റ്റ് നമ്പർ അറിയാം, സെക്കൻഡ് നമ്പർ കാണാം. ശരിയല്ലേ? അപ്പോൾ സെക്കൻഡ് നമ്പർ കാണാൻ എന്ത് ചെയ്യണം മക്കളെ? 108 × 18/54 താഴേക്ക് വരും അല്ലേ? ഈ 18ഉം 54ഉം വെട്ടിക്കളയാം. 18 × 3 ആണ് 54, 108/3 എന്ന് വരും. 10ൽ 3 3 തവണ
9 വരെ, ബാക്കി ശിഷ്ടം 1, 18-ൽ 3 6 തവണ 36 എന്നാണ് നമ്മുടെ ഉത്തരം കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് 36. അടുത്ത ചോദ്യം സെയിം പാറ്റേൺ ചോദ്യം തന്നെയാണ്. രണ്ട് സംഖ്യകളുടെ LCM 16, LCM 192, HCF 16, ഒരു സംഖ്യ 64, രണ്ടാമത്തെ സംഖ്യ കാണണം. അപ്പോൾ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. LCM 192 ഇൻറ്റു HCF 16 ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ കാണണം. സെക്കൻഡ് നമ്പർ, ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. അപ്പോൾ ഇതിൽ സെക്കൻഡ് നമ്പർ കാണാൻ വേണ്ടി 64 താഴേക്ക് പോവും. 192 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 64 എന്ന് വരും അല്ലേ മക്കളെ? ഇതിൽ ഈ 16ഉം 64 കൂടെ വെട്ടിക്കളയാം. 16 ഇൻറ്റു 4 64. 192 ബൈ 4 ചെയ്യുമ്പം ഈ 19-ൽ 4 എത്ര തവണയാണ്? 4 തവണ 16 വരെ, ബാക്കി ശിഷ്ടം 3. 32-ൽ 4 എത്ര തവണയാണ്? 8 തവണ. സോ ഉത്തരം 48 എന്ന് കിട്ടും കുഞ്ഞുങ്ങളെ. ആൻസർ ഓപ്ഷൻ എ ആണ് 48. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളിലെ ലസാഗു ഉസാഗ യഥാക്രമം 144-ഉം 24-ഉമാണ്. ഒരെണ്ണം 72 ആയാൽ രണ്ടാമത്തെ സംഖ്യ. ഇതൊക്കെ റീസെൻ്റ്ലി അടുത്തടുത്ത് നടന്ന എക്സാമുകൾക്ക് ചോദിച്ച ഒരേ മോഡൽ ചോദ്യങ്ങളാണ്. എനിക്കറിയാം LCM ഇൻറ്റു HCF 144 ഇൻറ്റു 24 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ. ഒരു സംഖ്യ 72 സെക്കൻഡ് നമ്പർ കാണണം. ഒരേ പാറ്റേൺ ചോദ്യങ്ങൾ. ഓക്കെ, സെക്കൻഡ് നമ്പർ കാണാൻ 72 താഴേക്ക് പോകും. 144 ഇൻറ്റു 24 ബൈ 72 എന്ന് വരും മക്കളെ. 24-ഉം 72-ഉം വെട്ടിക്കളയാൻ 3 തവണ. 144 ബൈ 3 ചെയ്യാൻ 14-ൽ 3 എത്ര തവണയാണെന്ന് നോക്കണം. 4 തവണ 12 വരെ, ബാക്കി ശിഷ്ടം 2. 24-ൽ 3 8 തവണ. ഉത്തരം 48 എന്നാണ് ഇതിനും ആൻസർ കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ഒരു കവാടത്തിൽ 4 മണികളുണ്ട്. അവ യഥാക്രമം ഒരെണ്ണം 4 സെക്കൻഡ് ഇടവിട്ട്, ഒരെണ്ണം 6 സെക്കൻഡ് ഇടവിട്ട്, അടുത്തത് 8 സെക്കൻഡ് ഇടവിട്ട്, അടുത്തത് 10 സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു. ഇവ എല്ലാം കൂടി ഒന്നിച്ച് മുഴങ്ങിയതിന് ശേഷം 30 മിനിറ്റ് പൂർത്തിയാകുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ച് മുഴങ്ങിയിരിക്കും? അതായത് 4 മണികളുണ്ട്. 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ് ഇടവേളകളിൽ മുഴങ്ങുന്നത്. ഇവ ഒരുമിച്ച് മുഴങ്ങിയതിന് ശേഷം 30 മിനിറ്റിനുള്ളിൽ വീണ്ടും എത്ര തവണ മുഴങ്ങും എന്നാണ്. അപ്പോൾ ഇത് 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ് ഇടവേളകളിൽ മുഴങ്ങുന്ന മണികൾ ഒരുമിച്ച് എപ്പോൾ മുഴങ്ങും എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാ LCM കാണണം. LCM ഓഫ് ഇതാണ് നമുക്ക് വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്ന സമയം അല്ലേ? ഇതിൻ്റെ എല്ലാ LCM കാണാൻ നേരത്ത് മക്കളെ 4-ൻ്റെ 8-ൻ്റെ LCM 8ആണ്. 8-ൻ്റെ 6-ൻ്റെ LCM 24ആണ്. 24-ൻ്റെയും 10-ൻ്റെ LCM 120ആണ്. അങ്ങനെ ചെയ്യാം മനക്കണക്കായിട്ട്. അത് എങ്ങനെയാണെന്ന് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 2-ൻ്റെ 4-ൻ്റെ 4-ൻ്റെ 8-ൻ്റെ LCM 8ആണ്. 8-ൻ്റെ 6-ൻ്റെ LCM 24ആണ്. 24-ൻ്റെയും 10-ൻ്റെ LCM 120-ൽ 24 അടങ്ങും, 10 അടങ്ങും. സോ ഇതിൻ്റെ എല്ലാം കൂടെ LCM 120 ആണ്. 120 സെക്കൻഡ്. ഇതെല്ലാം സെക്കൻഡിലായതുകൊണ്ട് 120 സെക്കൻഡാണ്. ഇനി നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. 4, 6, 8, 10 ഫാക്ടറൈസേഷൻ ചെയ്തെടുത്താലും മതി. LCM 2 വെച്ച് 2 തവണ, 3 തവണ, 4 തവണ, 5 തവണ. വീണ്ടും ഒരു റൗണ്ടും കൂടെ 2 വെച്ച് ചെയ്യാം. ഇത് 1 തവണ, ഇത് 3 അതേപടി, ഇത് 2, ഇത് 5. ഇനി എല്ലാത്തിനെയും ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യയില്ല. സോ ഈ പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കണം. 4 ഇൻറ്റു 6 ഇൻറ്റു 5 120 എന്ന് വന്നോളൂ ആൻസർ കേട്ടോ. 120. ഓക്കെ, അപ്പോൾ 120 സെക്കൻഡ്. 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മക്കളെ 2 മിനിറ്റാണ്. അതായത് ഇവ എല്ലാം കൂടെ ഒരുമിച്ച് മുഴങ്ങിയാൽ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് 120 സെക്കൻഡ് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോഴാണ്. ഓക്കെ അല്ലേ? ചോദ്യം, 30 മിനിറ്റിനിടയ്ക്ക് ഇവ എത്ര തവണ ഒരുമിച്ച് മുഴങ്ങും? സോ 30/2 അല്ലേ? അതായത് 15 തവണ ഇത് വീണ്ടും ഒരുമിച്ച് മുഴങ്ങും എന്ന് മനസ്സിലാക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റ്.
ഓക്കെ അല്ലേ? ഇവയെല്ലാം ഒന്ന് മുഴങ്ങിയതിന് ശേഷം വീണ്ടും മുഴങ്ങുന്നത് എപ്പോഴാണെന്നറിയാൻ ഇതിൻ്റെ എല്ലാം LCM എടുത്തു. അത് 120 സെക്കൻഡ് എന്ന് കിട്ടി. അതായത് 2 മിനിറ്റ്. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഇവ ഒരുമിച്ച് മുഴങ്ങും. 30 മിനിറ്റിന് ഇടയ്ക്ക് എത്ര തവണ മുഴങ്ങും എന്നറിയാൻ 30/2 15 തവണ. 2 സംഭരണികളിൽ യഥാക്രമം 650 ലിറ്റർ 750 ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു. 2 സംഭരണികളിലെയും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി അല്ലേ? അതായത് മക്കളെ 650 ലിറ്റർ 780 ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു. ഇതിലെ രണ്ടിലെയും വെള്ളം കൃത്യമായി അളക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി അളവ് കാണണം അല്ലേ? അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടേ? ഈ 2 സംഖ്യകളുടെ HCF കാണുക മക്കളെ ചെയ്യേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾ പരമാവധി കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ് എന്നൊക്കെ പറയുമ്പം തന്നിരിക്കുന്നതിൻ്റെ HCF ആയിരിക്കും ഉത്തരം. അപ്പോൾ ഈ 2 സംഖ്യകളിൽ HCF കാണും. ഓക്കെ, നമുക്ക് ആദ്യം 5 വെച്ചങ്ങ് ചെറുതാക്കിയേക്കാം. 650-ൽ 130 തവണ അല്ലേ? 780-ൽ 7-ൽ 1 തവണ, 28-ൽ 25 വരെ 5 തവണ, 30-ൽ 6 തവണ. ഓക്കെ, വീണ്ടും 2 വെച്ച് ചെയ്തേക്കാം മക്കളെ. 65 തവണ, ഇത് 7 തവണ, 16-ൽ 8 തവണ. വീണ്ടും നമുക്ക് 13 വെച്ച് ചെറുതാക്കി. ഇതിനെ രണ്ടിനെയും ചെറുതാക്കാൻ പറ്റുന്നത് 13ആണ്. 65-ൽ 5 തവണയുണ്ട്. ഓക്കെ, 78-ൽ 6 തവണയുണ്ട് അല്ലേ? ഇനി മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല. HCF കാണാനായതുകൊണ്ട് സൈഡിലത്തേത് മാത്രമേ ഗുണിക്കാവുള്ളൂ. 13 × 5 × 2 10 കിട്ടും. അതായത് 130 എന്ന് കിട്ടും. ഈ 2 പാത്രത്തിലെയും സംഭരണികളിലെയും കറക്റ്റ് അളക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭരണിയുടെ അളവ് അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അളവ് 130 ലിറ്ററാണ്. ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും എടുക്കേണ്ടത് എന്താണ്? HCF ആണ്, മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം മക്കളെ. 12, 15, 18 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ് അല്ലേ? അതായത് 12 കൊണ്ടും 15 കൊണ്ടും 18 കൊണ്ടും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. ആദ്യം 12 കൊണ്ടും 15 കൊണ്ടും 18 കൊണ്ടും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാം. അതായത് ഇവയുടെ LCM. ഓക്കെ, LCM കാണാൻ മനക്കണക്കായിട്ട് ചെയ്യാം. 12ഉം 15ഉം LCM 60, 60ൻ്റെയും 18ൻ്റെയും LCM 180 ആണ്. ഇനി ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ചെയ്യുവാണെങ്കിൽ 3 വെച്ച് ചെയ്യാം മക്കളെ. 4 തവണ, 5 തവണ, 6 തവണ. വീണ്ടും 2 വെച്ച് ചെയ്യാം മക്കളെ. 2 തവണ, 5 തവണ, 3 തവണ. ഇനി ചെയ്യാൻ പറ്റുമോ? ഇല്ല. പുറത്ത് കിടക്കുന്നവന്മാരെ എല്ലാം കൂടെ അങ്ങ് ഗുണിക്കണം. ശരിയല്ലേ മക്കളെ? സോ 2 × 3 × 2 × 5 × 3 ചെയ്യുമ്പം നമുക്ക് 180 കിട്ടും. 180 കിട്ടും. അപ്പം 12 കൊണ്ടും 15 കൊണ്ടും 18 കൊണ്ടും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ 180 ആണ്. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ എന്ന് ചോദിച്ചാലും ഉത്തരം 180 തന്നെയാണ്. 180 ആണ് ഏറ്റവും ചെറിയ സംഖ്യ. ഇത് ഒരു 3 അക്ക സംഖ്യയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ 180 തന്നെയാണ് കേട്ടോ. ABC എന്നിവയാണ് ഒരു പ്രദേശത്തെ 3 സ്ഥാപനങ്ങൾ. ഇൻസ്റ്റിറ്റ്യൂഷൻ എയിൽ ഓരോ 45 മിനിറ്റിലും ഓക്കെ. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ബിയിൽ ഓരോ 1 മണിക്കൂറിലും, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റിലും അല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻ സിയിൽ ഓരോ 2 മണിക്കൂറിലും, 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 120 മിനിറ്റിലും ബെൽ മുഴങ്ങുന്നു. 3 സ്ഥാപനങ്ങളിലും രാവിലെ 9 ആദ്യത്തെ ബെൽ മുഴങ്ങുകയാണെങ്കിൽ അവയെല്ലാം ഒരുമിച്ച് ഏത് സമയത്താണ് വീണ്ടും മുഴങ്ങുന്നത് എന്നല്ലേ ചോദ്യം. അപ്പോൾ ഒന്ന് 45 മിനിറ്റ് ഇടവിട്ട്, ഒന്ന് 60 മിനിറ്റ് ഇടവിട്ട്, ഒന്ന് 120 മിനിറ്റ് ഇടവിട്ട് മുഴങ്ങുന്നു. ഇവയെല്ലാം ഒരുമിച്ച് 9 മണിക്ക് മുഴങ്ങി. ഇനി എപ്പോൾ ഒരുമിച്ച് മുഴങ്ങുമെന്നാ ചോദ്യം. അപ്പോൾ എന്താ ചെയ്യേണ്ടേ? ഈ സംഖ്യകളുടെ എല്ലാം എന്തെടുക്കണം? LCM എടുക്കണം അല്ലേ? 60ൻ്റെയും 120ൻ്റെയും LCM 120 അല്ലേ മക്കളെ? നമ്മൾ പറഞ്ഞില്ലേ വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ അടങ്ങുമെങ്കിൽ വലിയ സംഖ്യയായിരിക്കും LCM. ഇനി 120ൻ്റെയും 45ൻ്റെയും LCM കാണണം. അതിന് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. 45, 120. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ എല്ലാം കൂടെ നിരത്തി പിടിച്ച് ഫാക്ടറൈസേഷൻ ചെയ്താലും മതി കേട്ടോ. ഇത് കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ട് ഞാനിങ്ങനെ ഷോർട്ടാക്കി ചെയ്യുന്നു. 60ൻ്റെയും 120ൻ്റെയും LCM 120 അന്നറിയാം, പിന്നെ വീണ്ടും അത് ചെയ്യണ്ടല്ലോ. അപ്പോൾ 45ൻ്റെയും 120ൻ്റെയും മാത്രം കാണും. 5 വെച്ച് ഇത് 9 തവണ, ഇത് 24 തവണ. വീണ്ടും 3 വെച്ച്
മക്കളെ ഇത് 3 തവണ, ഇത് 8 തവണ. പുറത്ത് കിടക്കുന്നത് എല്ലാം കൂടെ ഗുണിക്കണം അല്ലേ? പുറത്ത് കിടക്കുന്നത് എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ ഏതൊക്കെയാണ് മക്കളെ? 5 × 8 5 40, 40 × 9 ശരിയല്ലേ? 40 × 9 നമുക്ക് 360 എന്നല്ലേ കിട്ടുന്നേ? പുറത്ത് കിടക്കുന്ന ഇവന്മാരെ എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 360 മിനിറ്റ് എന്ന് കിട്ടും അല്ലേ? കാരണം ഇതെല്ലാം മിനിറ്റിലാണ്. അപ്പം 45 മിനിറ്റിൻ്റെയും 60 മിനിറ്റിൻ്റെയും 120 മിനിറ്റിൻ്റെ LCM 360 മിനിറ്റാണ്. 360 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറാണ്. 6 മണിക്കൂർ, 60 മിനിറ്റ് അല്ലേ 1 മണിക്കൂർ. 360 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 360/60, അതായത് 6 മണിക്കൂറിന് കിട്ടും. ശരിയാണല്ലോ? 6 മണിക്കൂർ, അതായത് 360 മിനിറ്റ് കഴിഞ്ഞ് ഒരുമിച്ച് മുഴങ്ങും, അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിഞ്ഞ് ഒരുമിച്ച് മുഴങ്ങും. അപ്പോൾ 9 മണി കഴിഞ്ഞ് 10, 11, 12, 1, 2, 3 മണിയാകുമ്പോഴാണ് ഇതെല്ലാം വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. 9 മണി കഴിഞ്ഞ് പിന്നെ 6 മണിക്കൂർ കഴിഞ്ഞ് 10, 11, 12, 1, 2, 3 മണിയാകുമ്പോൾ. സോ ആൻസർ 3 ആണ് കേട്ടോ. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ ഉസാഗ HCF തന്നിട്ടുണ്ട്, LCM തന്നിട്ടുണ്ട്, ഒരു സംഖ്യ തന്നിട്ടുണ്ട്, അടുത്ത സംഖ്യ കാണണം. നമുക്കറിയാം LCM × HCF = പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണല്ലോ. 250 ഇൻറ്റു ഇത്തരം കണക്കുകൾ കുറേ ആയി നമ്മൾ ചെയ്യുന്നു അല്ലേ. 3750 = 2 നമ്പറിൽ ഒരു നമ്പർ 1250 ഇൻറ്റു സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കണം. ശരിയാണോ കുഞ്ഞുങ്ങളെ? സെക്കൻഡ് നമ്പർ കാണാൻ ഇവനെ താഴേക്ക് കൊണ്ടുവരാം. 250 ഇൻറ്റു 3750 ഡിവൈഡഡ് ബൈ 1250 എന്ന് കിട്ടും അല്ലേ. ഇവനെയും കൂടെ വെട്ടിക്കളയാമല്ലോ. ഇവനെയും കൂടെ നേരെ അങ്ങ് വെട്ടിക്കളയാം. 1250 ഇൻറ്റു 3 അല്ലേ 3750. 250 ഇൻറ്റു 3 ആൻസർ 750 എന്ന് കിട്ടും സെക്കൻഡ് നമ്പർ. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ, അതായത് ഈ 3 സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണാൻ 4ൻ്റെയും 5ൻ്റെയും 6ൻ്റെയും LCM കാണണം. ആണോ? 4ൻ്റെയും 5ൻ്റെയും 6ൻ്റെയും LCM കാണാൻ 4ൻ്റെയും 5ൻ്റെയും LCM 20 അതിനാൽ 20, 20ൻ്റെയും 6ൻ്റെയും LCM 60. ഈ 3 സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലെങ്കിൽ ഇവയുടെ LCM 60. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി. മനക്കണക്കായിട്ട് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അത് പഠിച്ചോണം. 4ൻ്റെയും 5ൻ്റെയും LCM 20, കോമൺ ഫാക്ടർ ഇല്ല. 20ൻ്റെയും 6ൻ്റെയും LCM 40 6 അടങ്ങിയില്ല, 60 6 അടങ്ങും. ആൻസർ 60 എന്ന് കിട്ടും. അടുത്തത് 0.5 അല്ലേ, 0.25 അതുപോലെ 0.35 എന്നിവയുടെ LCM കാണണം. മക്കളെ എല്ലാത്തിൻ്റെയും പോയിൻ്റ് കളയണം. അതിന് എല്ലാത്തിനും 2 സ്ഥാനം വലത്തോട്ട് മാറ്റണം, എന്നാലേ പോയിൻ്റ് പോകത്തുള്ളൂ. കാരണം ഇവിടെയൊക്കെ 2 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 0.5 2 സ്ഥാനം വലത്തോട്ട് മാറ്റുമ്പോൾ 50 എന്നാകും, ഇത് 25 എന്നാകും, ഇത് 35 എന്നാകും. ഇതിൻ്റെ എല്ലാ LCM കണ്ടുപിടിക്കണം. ആണോ? 50ൻ്റെയും 25ൻ്റെയും LCM 50 ശരിയല്ലേ. ഇനി 50ൻ്റെയും 35ൻ്റെയും LCM കാണാം. 35ൻ്റെയും 50ൻ്റെയും LCM കാണാൻ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. 5 വെച്ച് ഇത് 7 തവണ, ഇത് 10 തവണ. ശരിയാണോ? ഈ പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുമ്പം 7 5 35 350 എന്ന് കിട്ടും. 350 ശരിയല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി 50ൻ്റെയും 25ൻ്റെയും 35ൻ്റെയും LCM 350. നമുക്കറിയാം നമ്മൾ ചോദ്യങ്ങളുടെ 2 പോയിൻ്റ് വലത്തോട്ട് മാറ്റി കണ്ടുപിടിച്ച ഉത്തരമല്ലേ ഇത്. ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ 2 പോയിൻ്റ് തിരിച്ചിടണം. 2 പോയിൻ്റ് തിരിച്ചിടുമ്പം ഇങ്ങോട്ട് 2 പോയിൻ്റ് ആവും. സോ 3.5 ആണ് മക്കളെ ഇതിൻ്റെ എല്ലാം കൂടെ LCM. ആണോ? എന്നാൽ ഇതിൻ്റെ എല്ലാം കൂടെ LCM 350 അല്ലേ. നമുക്ക് വേണ്ടത് ഇവയുടെ എല്ലാം LCM അല്ലേ. ആണോ? അത് 3.5 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. സംശയമുണ്ടോ ചെയ്തതിൽ? ഞാൻ ചെയ്തു ഒന്നുകൂടെ പറയാം മക്കൾ. ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ 2 പോയിൻ്റ്, ഇവിടെ 3 പോയിൻ്റ്. എല്ലാത്തിൻ്റെയും പോയിൻ്റ് കളയാൻ എല്ലാത്തിനെയും 100 കൊണ്ട് ഗുണിച്ചു എന്നങ്ങ് വിചാരിച്ചു, അല്ലെ 2 പോയിൻ്റ് വലത്തോട്ട് മാറ്റി. അപ്പോൾ ഇത് 50 ഇത് 25 35. ഇനി സാധാരണ ഈ സംഖ്യകളുടെ LCM കാണണം. എനിക്ക് കണ്ടപ്പോഴേ അറിയാം 50ൻ്റെയും 25ൻ്റെയും LCM 50.
വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ അടങ്ങുമെങ്കിൽ വലിയ സംഖ്യയായിരിക്കും LCM. അപ്പോൾ ഇതാണ് LCM. ഇനി 50 35 ഇത് ഞാൻ ഫാക്ടറൈസേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ എല്ലാം കൂടെ ഒരുമിച്ച് ഫാക്ടറൈസേഷൻ ചെയ്താലും മതി. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 350 50ൻ്റെ 25ൻ്റെ 35ൻ്റെ LCM എന്ന് കിട്ടി. എന്നാൽ അതിൻ്റെ LCM അല്ല ആക്ച്വലി കാണണ്ടേ, ഇതിൻ്റെ LCM അല്ലേ. 2 പോയിൻ്റ് വലത്തോട്ട് മാറ്റിയല്ലേ നമ്മളിത് ഉണ്ടാക്കിയത്. ആ മാറ്റിയ 2 പോയിൻ്റ് ഉത്തരത്തിലേക്ക് തിരിച്ചിടണം. 2 പോയിൻ്റ് തിരിച്ചിടുമ്പോഴത്തേക്കും 3.5 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, 55 ഉണ്ട്, 80 ഉണ്ട്, 100 ഉണ്ട്. ഇവയുടെ എല്ലാം ഉസാഗ അതായത് HCF കാണണം അല്ലേ മക്കളെ. ഇവയുടെ എല്ലാം ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ ഉസാഗ എന്ന് പറയുന്നത്. ഏതാ മക്കളെ ഇതിലെല്ലാം ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ? 5 അല്ലേ. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചോദ്യമല്ലേ അല്ലേ. എന്തായാലും 8 ഇതിലടങ്ങില്ല, 2 അടങ്ങില്ല, 10 ഇതിലടങ്ങില്ല. അപ്പം ഇതിൻ്റെ എല്ലാം ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ എന്നീ സംഖ്യകൾ ഉസാഗയാണ് കോമൺ ഫാക്ടറുകളിൽ ഹയ്യസ്റ്റ് ആയിട്ടുള്ളത്. ഏതാ? 5 അല്ലേ. വേറെ ഒരു കോമൺ ഫാക്ടർ ഉണ്ടോ ഇതിലെല്ലാം കൂടെ? ഇല്ലല്ലോ, 5 അല്ലേ ഉള്ളൂ. ഓക്കെ അല്ലേ? ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 സംഖ്യകളുടെ ലസാഗു ഉസാഗ തന്നിട്ടുണ്ട്, ഒരു സംഖ്യ തന്നിട്ടുണ്ട്, രണ്ടാമത്തെ സംഖ്യ കാണണം അല്ലേ മക്കളെ. ഒത്തിരിയായി ഈ ചോദ്യം അല്ലേ. അപ്പോൾ LCM × HCF = പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. 60 × 3 = ഒരു സംഖ്യ 12 സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കണം അല്ലേ. LCM × HCF = പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. 12 താഴേക്ക് വരും, 60 × 3 / 12 എന്നാകും അല്ലേ മക്കളെ. ഇതും വെട്ടിപ്പോയി. എത്ര തവണ? 4 തവണ. 60/4 നമുക്ക് ആൻസർ 15 എന്നാണ് കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ D ആണ് കറക്റ്റായിട്ട് വരുന്നത്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്